ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന 5 ഗ്രാമങ്ങളായ പെരുമല, പുത്തൂർ, കുളച്ചിവയൽ, ചുരക്കുളം, കണക്കയം എന്നീ ഗ്രാമങ്ങളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. 664 കുടുംബങ്ങളാണ് ഈ ഒരു പദ്ധതിയിൽ നമ്മൾക്ക് ചേർക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായി പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള റോഡുകളോ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങുകൾ, ഇലക്ട്രിസിറ്റി, കറണ്ട് പോലും ഇല്ലാത്ത പല ബിൽഡിങ്ങുകളും ആയിരുന്നു. അവിടെയെല്ലാം കറണ്ട് എത്തിക്കുകയും നല്ല രീതിയിലുള്ള വികസനം കൊണ്ടുവരാനും ഈ ഒരു പദ്ധതിയിലൂടെ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. വിവിധ സ്കൂളുകളിലെ 534 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻ്റർ സ്കൂൾ ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് മീറ്റ്, ഇൻഡിപെൻഡൻസ് ഡേ തുടങ്ങിയ ഇവൻറ്റുകളെല്ലാം സംഘടിപ്പിക്കാനായിട്ടും സമ്മാന വിതരണത്തിനുമൊക്കെ സാധിച്ചു. സയൻസ് ലാബിലേക്കുള്ള എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്തു. ആൾറെഡി സയൻസ് ലാബ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കെമിക്കൽസും ബാക്കിയുള്ളതൊക്കെ കുറച്ച് കുറവായിരുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ 2 കുട്ടികൾ വെച്ചാണ് കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരുന്നത്. സിസ്റ്റം ഒരു പീരീഡിൽ 2 കുട്ടിക്ക് ഒരു സിസ്റ്റം കൊടുക്കും. ഇവർ അധിക കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്ത പിന്നെ ഒരു കുട്ടിക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റി. കണക്കയം ഗ്രാമത്തിലെ സെൻറ്റ് പൈ സ്കൂളിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറാക്കുന്നത്. അതുവഴി ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും 6 മണിക്കൂർ ഒരു മാസത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കുവാനും ഇൻ്ററാക്റ്റീവായിട്ട് കണ്ട് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനും സാധിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ചെയ്യുന്ന 34 വിദ്യാർത്ഥികൾക്ക് SBI ഓജസ് സ്കോളർഷിപ്പിലൂടെ 2 ലക്ഷം രൂപ കൈമാറാൻ സാധിച്ചു. പഠനോപകരണങ്ങൾ വാങ്ങുവാനും യാത്രാ ചെലവിനും ഫീസിനും മറ്റുമെല്ലാം അവർക്ക് ഈ തുക ഉപകരിച്ചു. സ്കൂൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ ഗ്രാമങ്ങളിലും റെമഡിയൽ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ റെമഡിയൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. 120-ലധികം കുട്ടികൾക്ക് ഓരോ ദിവസവും ട്യൂഷനും മറ്റ് സൗകര്യങ്ങളുമായി റെമഡിയൽ ക്ലാസുകൾ നടത്തിവരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലെയും ആളുകൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടുള്ള കാന്തല്ലൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉപകരണങ്ങളുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് 17 ഉപകരണങ്ങളായ ഹോസ്പിറ്റൽ ബെഡ്സ്, സ്ട്രെച്ചർ, മെഡിസിൻ ട്രോളി തുടങ്ങിയിട്ടുള്ള അത്യാവശ്യ ഉപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനെല്ലാം അധികം വെയിറ്റ് ചെയ്യാതെയും നല്ല സുഖകരമായ ഒരു ആരോഗ്യ പരിപാലനം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളെല്ലാം ടൗണുകളിൽ നിന്ന് ഒത്തിരി ദൂരത്തായതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ പോലും മടിയായിരുന്നു. ആ സമയത്താണ് ആരോഗ്യ പ്രവർത്തകരെയും കൊണ്ട് ആ ഗ്രാമങ്ങളിൽ പോയി നമ്മൾ ക്യാമ്പുകൾ നടത്തിയത്. 1000-ലേറെ ആളുകൾക്ക് നമ്മുടെ ക്യാമ്പുകൾ വഴി ഗുണം ഉണ്ടായിട്ടുണ്ട്. ഗ്രാമങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രാമസേവാ കേന്ദ്രങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും സ്ഥാപിക്കുകയും ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഒരാളെ പരിശീലനം നൽകി ഗ്രാമസേവ ഇൻചാർജ് ആക്കുകയും അവർ വഴി ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ, പഞ്ചായത്ത്, കൃഷിഭവൻ സേവനങ്ങളെല്ലാം ഗ്രാമീണർക്ക് ലഭ്യമാക്കുകയും ചെയ്തു വരുന്നു. மற்றும் கம்ப்யூட்ரு அந்த இது செராக்ஸ் எல்லாம் எடுக்கிறதுக்கு எங்களுக்கு மிகவும் நல்ல வசதியாக இருக்குது. இல்லைன்னா நாங்கள் ஒரு செராக்ஸ் எடுக்கணும்னா காந்தலூர் போகணும். நாங்கள் സംരംഭങ്ങളുടെ വികസനത്തിൻ്റെ ഭാഗമായി കുളച്ചിവേൽ ഗ്രാമത്തിലെ തൈലപ്പുല്ല് കർഷകർക്ക് 4 പുൽത്തൈല നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുകയും കാപ്പി കർഷകർക്ക് 4 കാപ്പി പൾപ്പിംഗ് യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ കാന്തല്ലൂരിനെ ഇത്രമേൽ പ്രസിദ്ധമാക്കിയത് ഇവിടുത്തെ കൃഷിയാണ്. കൃഷി ഉപകരണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. തൂമ്പ, പിന്നെ ടില്ലർ, ഉഴുകാനുള്ള ടില്ലർ, പിന്നെ ബുസ് കട്ടർ, കാട് വെട്ടുന്ന മെഷീന്, അത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ കാപ്പി കുരു അരയ്ക്കുന്ന മെഷീൻ തന്നിട്ടുണ്ട്.
அது மட்டும் இல்லாமல் எங்களுக்கு விவசாயத்துக்கு 20 கிலோ வெள்ளைப்பூண்டு கொடுத்தாங்க. அந்த பூண்டு வந்து எங்களுக்கு இதுவிடைய மிகவும் விவசாயத்துக்கு எல்லாத்துக்கும் ஒவ்வொன்றுக்கும் நல்லா பயன்பட்டுச்சு. அந்த விவசாயத்துக்குள்ள விதைகளை வந்து நாங்கள் இந்த வருஷம் சேர்த்து நாங்கள் வச்சுருக்குறோம். ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ചുരക്കുളം കണക്കയം ഗ്രാമങ്ങളിലെ 65 ആദിവാസി കുടുംബങ്ങൾക്ക് ആട് വിതരണം നടത്തുകയും അത് നല്ല രീതിയിൽ പരിപാലിച്ചു വരികയും ചെയ്യുന്നു. സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടിയ ആട് ഞങ്ങൾക്കൊരു നല്ല ഒരു പ്രയോജനമുണ്ട്. അത് 2 കുട്ടിയാക്കി എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല വരുമാനമുണ്ട്. നൈപുണ്യ വികസനത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രേരണ സെൻറ്റർ സ്ഥാപിക്കുകയും സ്വയം സഹായ സംഘങ്ങളിലെ 20ഓളം സ്ത്രീകൾക്ക് തയ്യൽ പരിശീലനം നൽകുകയും ചെയ്തു. അതിലൂടെ ബാഗ് മേക്കിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ரொம்ப யூஸ்ஃபுல்லாக இருக்குது. நம்மளே இந்த துணியெல்லாம் நம்மளே தச்சுக்கலாம். யாருகிட்டையும் போய் கேட்கணும்னு அவசியம் இல்லை. நம்ம പഠിച്ചാൽ നമ്മളെ എടുക്കണം. 2024 മുതൽ ഞാനിവിടെ ഇവർക്ക് തയ്യൽ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനകത്ത് ഇപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലോത്ത് ബാഗ് തയ്ക്കാനുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ജൂട്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുക. കുടിവെള്ളവും ശുചിത്വമൊക്കെ ഉറപ്പാക്കാനായിട്ട് എല്ലാ ഗ്രാമങ്ങളിലെ അംഗനവാടികളിലും സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിച്ചു. അതുപോലെ അവിടുത്തെ ടോയ്ലറ്റുകളെല്ലാം നവീകരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഒരു വാഹനം വാങ്ങുകയും ഹരിതകർമ്മ സേന ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സംസ്കരണം നല്ല രീതിയിൽ നടത്തിയിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി കണക്കയം പുത്തൂർ ഗ്രാമങ്ങളിലെ 2 ചെക്ക് ഡാമുകൾ നവീകരിച്ചു. കണക്കയം ഗ്രാമത്തിലെ സെൻറ്റ് പയസ് സ്കൂളിൽ ഒരു മാംഗോ പാർക്ക് സ്ഥാപിക്കുകയും SBI ജൻവൻ പദ്ധതിയിലൂടെ അവിടെ മാവിൻ തോട്ടവും കൂട്ടത്തിൽ ഒരു പ്ലാവിൻ തോട്ടവും സ്ഥാപിച്ചു. ഇതിലെല്ലാം ഉപരിയായി എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കുളച്ചിവയൽ ഗ്രാമത്തിലെ ഗേൾസ് കോമൺ റൂം നവീകരിച്ചതിലൂടെയാണ്. അവിടെയുള്ള 100-ൽ പരം കുടുംബങ്ങളിലെ എല്ലാ സ്ത്രീകളും മാസത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ആർത്തവ സമയത്ത് മാറി താമസിക്കുക എന്നുള്ളത്. ആ ഒരു സമയത്ത് അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ കറണ്ടോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 14 വർഷമായി അവർ ശുദ്ധമായ വെള്ളം കുടിക്കാനോ ബാത്റൂമിലൊന്ന് പോകാനോ പോലും പറ്റാത്ത രീതിയിൽ പോയിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പദ്ധതിയിലൂടെ അത് നവീകരിച്ചു കൊടുത്തത്. അതിലും അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ വന്നതോടെയാണ് ഞങ്ങൾക്ക് ഇത്ര സൗകര്യങ്ങൾ കിട്ടിയത്. TV തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അലമാര, ഈ പാഡൊക്കെ കത്തിക്കുന്ന മെഷീൻ അത് തന്നിട്ടുണ്ട്. പിന്നെ മെൻസസ് കപ്പ് ഞങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്നായിരുന്നു. ഈ ചൂടുവെള്ളത്തിൻ്റെ തലയണ പെണ്ണുങ്ങൾക്ക് ഈ സമയത്ത് വയറുവേദന അനുഭവപ്പെടുമല്ലോ, അതിന് തന്നിട്ടുണ്ട്. എന്നാലും ഈ പദ്ധതി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ரொம்ப உபகாரமாக நிறைய செய்திருக்காங்க. வந்ததுக்கப்புறம் எங்களுக்கு ஒரு குறவும் இல்லை. இந்த பாலம் வந்து ஒரு 15 வருஷமாக ரொம்ப இடிஞ்சு பயங்கரமாக நாங்கள் நடக்கிறதுக்கு ரொம்ப கஷ்டமாக இருந்தது. இந்த ஏரியாவில் ஒரு 10-15 குடும்பம் இருக்கும். ஸ்கூலுக்கு போகிற குட்டிகள்லாம் ரொம்ப கஷ்டப்பட்டாங்க இதில் வர்றதுக்கு. இப்போ சாமிநாதன் கமிஷனில் எங்களுக்கு இதை மெயின்டைன் பண்ணி கொடுத்ததுனால எங்களுக்கு ரொம்ப வளர சந்தோஷம் உண்டு. அவங்களுக்கு நாங்கள் ரொம்ப எங்கள் தேங்க்ஸை சொல்கிறதுக்கு ரொம்ப கடமைப்பட்டிருக்கோம். അതുപോലെ 26 സോളാർ ലൈറ്റുകൾ 5 ഗ്രാമങ്ങളിലായിട്ട് സ്ഥാപിച്ചു. അവസാനമായിട്ട് ഈ ചുരക്കുളം കണക്കയം ഗ്രാമങ്ങളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു വോളിബോൾ കോർട്ട് യുവാക്കൾക്കായിട്ട് അവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിച്ചത് വഴി 6 മണി വരെ കളിച്ചിരുന്ന കുട്ടികൾ ഇപ്പോൾ 8 മണി വരെ കളിക്കുന്നുണ്ട്. അവർക്കത് വളരെയേറെ ഉപകാരവുമായി. SBI ஃபவுண்டேஷன் வந்து எங்களுக்கு கொடுத்த அந்த கலர்ஃபுல்லான டிராயிங் வச்சு ஒரு பெயிண்டிங் வந்து ரொம்பவே அதாவது என்னென்னா பார்க்கறதுக்கு ரொம்ப அட்ராக்டிவாக இருக்குது.
அதனால் பிள்ளைங்களுக்கும் சரி பேரண்ட்ஸ்க்கும் சரி ஒரு அங்கன்வாடிக்கு வரணும் அப்படின்னு சொல்லிட்டு அவங்களுக்கு அனுப்புறதுக்கும் பேரண்ட்ஸுக்கு ரொம்பவே விருப்பமாக இருக்குது. அதே போல் பிள்ளைங்களுக்கும் வந்து அங்கே வந்து படிக்கிறதுக்கும் ரொம்பவே ஆசையாகவும் இருக்கும் இல்லையா, ரொம்ப கலர்ஃபுல்லாக இருக்கிறப்போ.